Hi all, welcome back to Desk Makeover Plus Craft Accessory Part 2 video of Joy of Lyra. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയുടെ തുടക്കവും ഈ ഹോൾ വീഡിയോയിൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്ത് പുറത്തെടുത്തിരിക്കുന്നത് മാസ്കിംഗ് ടേപ്പിന്റെ കോംബോ ഓഫ് 2 സെറ്റ് ആണ് കേട്ടോ. 2 ആഴ്ചയ്ക്ക് മുന്നേ വരെ ഈ ഒരു പ്രോഡക്റ്റിന് 96 രൂപയാണ് ഉണ്ടായിരുന്നത്. അതിപ്പോ പ്രൈസ് കൂടിയിട്ടുണ്ട്. ക്വാളിറ്റിയുടെ കാര്യമൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ 4.4 റേറ്റിംഗ് ഉള്ള ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 105 രൂപയ്ക്ക് ഞാൻ മേടിച്ച് 3.9 മാത്രം റേറ്റിംഗ് ഉള്ള ഒരു നാനോ ടേപ്പ് ആണ് കേട്ടോ. ഈ മാസ്കിംഗ് ടേപ്പും നാനോ ടേപ്പും ഒക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മേടിക്കുന്നതുകൊണ്ട് ഇത് എന്താണ് സംഭവം, എങ്ങനെയാണ് ക്വാളിറ്റി എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഇതെല്ലാം ഉപയോഗിച്ച് നോക്കിക്കൊണ്ട് ഞാൻ ക്രാഫ്റ്റ് വീഡിയോ പിന്നീട് അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും. ഈ നാനോ ടേപ്പ് ആ ഒരു പാക്കറ്റിൽ നിന്ന് വലിച്ച് പറിച്ചെടുക്കാൻ തന്നെ എന്തൊരു പാടായിരുന്നു എന്നറിയോ. നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഈ നാനോ ടേപ്പ് ഡബിൾ സൈഡ് ഒട്ടിക്കാൻ പറ്റുന്നത്, മാസ്കിംഗ് ടേപ്പ് സിംഗിൾ സൈഡ് ഒട്ടിക്കാൻ പറ്റുന്നതുമാണെന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ പാർട്ട് 2 വീഡിയോയിൽ ഇത് മൂന്നാമത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 68 രൂപയ്ക്ക് ഞാൻ മേടിച്ച സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്വീസർ ആണ് കേട്ടോ. ട്വീസർ എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം. എനിക്കും ആദ്യം തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, നമ്മുടെ നെയിൽ ആർട്ടിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റോൺസ് പിക്ക് ചെയ്യാനും അതുപോലെ സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യാനും ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സ് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനും കറക്റ്റ് പ്ലേസ് ചെയ്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാനും ഒക്കെ ഈ ട്വീസർ കൊണ്ട് ഭയങ്കര പ്രയോജനമാണെന്ന് ഞാൻ വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അന്വേഷിച്ച് നോക്കിയപ്പോഴും മനസ്സിലായത് ഇങ്ങനെയാണ്. സ്റ്റിക്കറൊക്കെ വെറുതെ എടുത്ത് പാടാക്കി കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് മൂരി എടുത്തിട്ട് തിരിച്ചങ്ങോട്ടിച്ച് തന്നെ വെച്ചു കേട്ടോ. ഈ ഒരു ട്യൂസർ ബ്ലാക്ക് കളറിൽ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. 3-4 വർഷം കൊണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഈ പേസ്റ്റൽ കളേഴ്സ് എന്ന് പറയുന്നത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കളേഴ്സ് അക്രിലിക് പെയിന്റിൽ അവൈലബിൾ ആയ അടിപൊളിയല്ലേ. 4.5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 148 രൂപയ്ക്ക് ഞാൻ മേടിച്ച് പേസ്റ്റൽ അക്രിലിക് കളേഴ്സ് ആണിത്. സോഫ്റ്റ് പീച്ച്, ബട്ടർകപ്പ് യെല്ലോ, മിന്റ് ഗ്രീൻ, ലാവൻഡർ പേർപ്പിൾ, അക്വാ ബ്ലൂ, പെയിൽ പിങ്ക് എന്നിങ്ങനെ അടങ്ങുന്ന 6 ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടുന്നത്. ഈ വീഡിയോയിലെ 5ാമത്തെ പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ക്രാഫ്റ്റ് ചെയ്യുന്ന മിക്കവരുടെ കയ്യിൽ കാണാൻ സാധ്യതയുള്ളതും ജേർണലിംഗ് ചെയ്യുന്നവരുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് കാണുന്നതുമായിട്ടുള്ള പ്രോഡക്റ്റ് ആണിത്. 30 വാഷി ടേപ്സ് അടങ്ങുന്ന ഒരു വാഷി ടേപ്പ് സെറ്റിന്റെ കോംബോ ആണ് കേട്ടോ ഇത്. 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 291 രൂപയ്ക്ക് ഞാൻ മേടിച്ച ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇപ്പൊ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റിൽ എനിക്ക് കിട്ടിയ ചില വാഷി ടേപ്സ് ഒക്കെ സിമിലർ ആയിരുന്നു. അതൊഴിച്ചാൽ പ്രോഡക്റ്റ് കൊള്ളാമെന്നാണ് തോന്നുന്നത്. നമുക്ക് ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഓരോ വാഷി ടേപ്പും ഇതിന്റെ അകത്ത് നിന്ന് എടുത്ത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ 6ാമത്തെ പ്രോഡക്റ്റ് എന്നെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ മെസ്സി ഹാൻഡ്സ് ആവുന്നതാണ് ഏറ്റവും വലിയൊരു തലവേദനയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് പറ്റുന്ന ഗമ്മോ ഗ്ലൂവോ ഒക്കെ വേണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഫെവി സ്റ്റിക് റോക്കിൻ റോളർ ആണിത്. ഞാനിത് ആദ്യമായിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എത്ര നാൾ ഇത് ലാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉള്ള ടേപ്പാണ് ഇതിന്റെ അകത്ത് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. കാർഡ് മേക്കിങ്ങിനും ജേർണലിങ്ങിനും അതുപോലെ ക്രാഫ്റ്റിങ്ങിനും ഒക്കെ അടിപൊളിയായിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഇത് എന്റെ ഹാപ്പി ബുക്ക് ആണ്. നിങ്ങൾക്ക് ഇതുപോലെ ഹാപ്പി ബുക്ക് ഉണ്ടോ? പോസിറ്റീവായിട്ട് തോന്നുന്ന ചെറിയ വരികളും അതുപോലെ ചെറിയ എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഈ ബുക്കിലാണ് ഞാൻ ഇങ്ങനെ എഴുതി വെക്കാറുള്ളത്. ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് മമ്മിക്ക് സംഘടനയുടെ സമ്മേളനത്തിന് പോകുമ്പോൾ കിട്ടുന്ന ചെറിയ കുറിപ്പുകളൊക്കെ റെഡിയാക്കി വെക്കാൻ പറ്റുന്ന നോട്ട്ബുക്സ് ആണ്. അപ്പൊ ഇത് ഞാൻ ഓരോ മന്തിലേക്ക് വേണ്ടിയിട്ട് ജേർണലിംഗ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ബുക്കുകളിൽ ഒരെണ്ണമാണ്. അപ്പൊ അതിൽ ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു വാഷി ടേപ്പ് ഈ ഒരു റോക്കിൻ റോളർ വെച്ച് ഒട്ടിച്ച് ഞാൻ കാണിക്കാം. സാധനങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് കൂടെ എനിക്ക് പറയാൻ പറ്റും. കാരണം അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ കൈ മുഴുവനും പശയായി മെസ്സി ആകുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എളുപ്പം ക്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സഹായകമാണ്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ഹാപ്പി ബുക്ക് റെഡിയാക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. അതിന് കുറച്ച് വാഷി ടേപ്സും ഇതുപോലുള്ള റോക്കിൻ റോളേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാവുന്നതുമാണ്. ഓണം ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ പോയി നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ ചാടി പെട്ടെന്ന് ഓടി വരും കേട്ടോ. അപ്പൊ ആ ഒരു ടൈമിൽ കാർഡ് മേക്കിങ്ങിനൊക്കെ ഈ ഒരു ഫെവി സ്റ്റിക്കിന്റെ റോക്കിൻ റോളർ അടിപൊളിയായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ കാർഡൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാനും സഹായകമാണ്. 4.4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ ഒരു പ്രോഡക്റ്റിന് എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് 127 രൂപയാണ് കേട്ടോ. നമ്മുടെ 7ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 310 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച 4.6 സ്റ്റാർ റേറ്റിംഗ് ഉള്ള A3 സൈസിലുള്ള ഒരു കട്ടിംഗ് മാറ്റ് ആണ് കേട്ടോ. സൈസ് കൊണ്ട് മാത്രമല്ല പ്രൈസ് കൊണ്ടും ഇതിന്റെ ആ ഒരു കളർ കൊണ്ടും ക്വാളിറ്റി കൊണ്ടും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു കട്ടിംഗ് മാറ്റ് എന്ന് പറയുന്നത്. സാധാരണ എപ്പോഴും ഒരു പച്ച കളറാണ് ഞാൻ മിക്കവാറും ക്രാഫ്റ്റ് വീഡിയോസിലൊക്കെ കാണാറുള്ളത്. എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുമില്ല. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായിട്ടൊരു കളറും കൂടിയാണ്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ നല്ല പ്രൈസ് ഡ്രോപ്പും ഈ ഒരു പ്രോഡക്റ്റിന് കാണുന്നുണ്ട്. 8ാമത്തെ പ്രോഡക്റ്റ് എനിക്കൊരു സ്പെഷ്യൽ പേഴ്സൺ ആണ് എനിക്ക് വാങ്ങി തന്നത്. സ്പെഷ്യൽ പേഴ്സൺസ് വാങ്ങിച്ചിരുന്ന പ്രോഡക്ട്സ് സ്പെഷ്യൽ പ്രോഡക്ട്സ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് ആമസോണിൽ നിന്നാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്റെ ഇച്ചായൻ മേടിച്ചു തന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ എന്റെ ഇച്ചായനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു ഫോർ ദ പ്രോഡക്റ്റ്. വേറെ കവറിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഏത് പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഗ്ലൂഗണ് തന്നെ. എന്റെ ഗ്ലൂഗൺ അത്യാവശ്യം നല്ല പണി തന്നിരിക്കുമ്പോഴാണ് ഇച്ചായൻ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഈ സാധനം കയ്യിൽ കിട്ടുന്നതിന് ഏതാനും നിമിഷം മുന്നേ എന്റെ ഡാഡി പഴയ ഗ്ലൂഗണ് അടിപൊളിയാ റെഡിയാക്കി എന്റെ കയ്യിൽ തന്നു കേട്ടോ. ഇലക്ട്രീഷ്യനായ എന്റെ അപ്പന് അത്യാവശ്യം നല്ല റേഞ്ച് ഓഫ് ഇലക്ട്രോണിക് സാധനങ്ങളും കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷെ നമ്മുടെ ആവശ്യം വരുമ്പോൾ പുള്ളിയെ കിട്ടുക എന്നുള്ളതാണ് വളരെ ഹെഫ്റ്റി ആയിട്ടുള്ള ടാസ്ക്. കാരണം പുള്ളി അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണ്. ഡാഡിയെ പറ്റി പറയുമ്പോൾ എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു തോട്ടിനെ പറ്റി എനിക്ക് ഓർമ്മ വരും. കാരണം ഡാഡി ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഡാഡിക്ക് ഷോക്ക് അടിക്കില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് കുറെ കാലം ഉണ്ടായിരുന്നു കേട്ടോ.
ഗേൾസിനെ സംബന്ധിച്ച് നമ്മുടെ ഫസ്റ്റ് സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛന്മാർ തന്നെ ആയിരിക്കും. അപ്പൊ ഒബ്വിയസ്ലി ഈ ഒരു കാര്യം കൂടെ വെച്ച് നോക്കുമ്പോഴേക്കും എന്റെ ഡാഡി ഭയങ്കര വലിയൊരു സൂപ്പർ ഹീറോ ആയിരുന്നു എന്റെ കണ്ണിലെന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും 5 ഗ്ലൂ സ്റ്റിക്ക് അടങ്ങുന്ന ഈ ഒരു ഗ്ലൂ ഗൺ സെറ്റിനായിട്ടുണ്ടായിരുന്നത് 364 രൂപയാണ് കേട്ടോ. ഇപ്പൊ അതിന് പ്രൈസ് ഡ്രോപ്പ് കാണുന്നുണ്ട്. ഇത് 4.3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 9ാമത്തെ പ്രോഡക്റ്റ് ആണ്. 191 രൂപ കൊടുത്താണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചത്. അതും കുറെ തപ്പി വീണ്ടും റീ ഓർഡർ ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയത്. എന്താണെന്ന് മനസ്സിലായോ കണ്ടിട്ട്? ഇതാണ് നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഡബിൾ ഹെഡഡ് എസ്തെറ്റിക് ഹൈലൈറ്റേഴ്സ് ആണ്. മീഷോ അപേക്ഷിച്ച് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നോക്കിയപ്പോൾ നല്ല പ്രൈസ് ഹൈക്കിലാണ് കണ്ടത്. പക്ഷേ ഇവിടെ മീഷോയിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കിട്ടിയത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇതിന് പ്രൈസ് ഡ്രോപ്പും കാണുന്നുണ്ട് കേട്ടോ. പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ ക്യാമറയിൽ അത് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ നേരിട്ട് കണ്ണിൽ കാണാൻ നല്ല സൂത്തിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ. പേസ്റ്റൽ ഷീറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ വായിക്കുന്ന ബുക്സിലെല്ലാം ഈ ഒരു ഹൈലൈറ്റേഴ്സ് വാരിക്കോരി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഷീറ്റ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റ് വീഡിയോസിൽ ഇനി കാണാൻ പറ്റും കേട്ടോ. എന്തായാലും എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രോഡക്റ്റ് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോവാം. നമ്മുടെ 10ാമത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? ഫ്രഞ്ച് റെവല്യൂഷനിലെ ടൈം ഓഫ് ഗ്രേറ്റ് ടെററിനെ പറ്റിയും ഗില്ലറ്റിനെ പറ്റിയൊക്കെ കേട്ട് ഭയന്ന് പഠിച്ച സമയം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ചെറിയ പേപ്പർ ഗില്ലറ്റിനാണ്, അല്ലെങ്കിൽ പേപ്പർ കട്ടർ എന്ന് പറയാം. ഈ സംഭവം എന്ന് പറയുന്നത് ചെറിയ MM-ലുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിന്റെ സൈഡിലെ സ്കെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് നീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. കാർഡ് മേക്കിങ്ങിനും അതുപോലെ കറക്റ്റ് പ്രപ്പോർഷനിൽ ചെയ്യേണ്ട പല പേപ്പർ ക്രാഫ്റ്റ്സും നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് വെട്ടിയെടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയായിരുന്നു. 217 രൂപയ്ക്ക് ഞാൻ മേടിച്ച ഈ ഒരു പ്രോഡക്റ്റിന് ഇപ്പൊ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. 4.1 സ്റ്റാർ റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റുമാണിത്. ഈ കാണിച്ച ഇത്രയും പ്രോഡക്ട്സിൽ ഏത് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയതും? എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വാങ്ങിയ ഐറ്റംസ് ഇനിയും തീർന്നിട്ടില്ല. അപ്പൊ പാർട്ട് 3 വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. Stay with me and stay tuned with Joy of Lyra and see you with another video. Till then, bye bye.